ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5-ലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി 1 തന്നിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി 1-ൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു മാർക്കറ്റാണ് കാണാൻ പറ്റുന്നത്. അതിലെന്തുണ്ട്? അതിൽ ഒരു സ്ത്രീ പച്ചക്കറികൾ വിൽക്കുന്നുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു കണ്ടക്ടറെയാണ് കാണാൻ പറ്റുന്നത്. ബസ്സിലൊരു കണ്ടക്ടറുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് പൈസ വാങ്ങുന്നുണ്ട്. അടുത്തത് ഒരാൾ എന്താ ചെയ്യുന്നത്? ചുമടെടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഒരാളെന്താ ചെയ്യുന്നത്? അവർ എന്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്? ഒരു ബിൽഡിങ് പണിയുന്നുണ്ട്. കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടൊരു ബിൽഡിങ് പണിയുന്നുണ്ട്. ഇനി നിങ്ങളോട് പറയാണ്, ഒബ്സർവ് ദി വേരിയസ് ജോബ് ഗിവൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോബുകൾ നോക്കാനാണ് പറയുന്നത്. ഈസ് എംപ്ലോയ്മെൻറ്റ് ദി ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. എന്താണ് ചോദിച്ചത്? ഈസ് എംപ്ലോയ്മെൻറ്റ് ദി ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി? തൊഴിൽ മാത്രമാണോ ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം? റൈറ്റ് എ ഷോർട്ട് നോട്ട് എക്സ്പ്രസിങ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം ഒരു ലഘുകുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോ, എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ദി ഓൺലി സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ഫാമിലി. അല്ല, ജോലി മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം. ഫാമിലീസ് ക്യാൻ റിസീവ് ഇൻകം ഫ്രം സെവറൽ അതർ സോഴ്സസ്. കുടുംബങ്ങൾക്ക് മറ്റ് പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ലഭിക്കാം. റെൻറ്റ് ഫ്രം ലാൻഡ് ഓർ ബിൽഡിംഗ് ഈസ് എ കോമൺ ആൾട്ടർനേറ്റീവ് ഇൻകം. സ്ഥലത്ത് നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ ലഭിക്കുന്ന വാടക ഒരു പ്രധാന വരുമാനമാണ്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ഇൻ ബാങ്ക് ഈസ് അനദർ സോഴ്സ്. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ മറ്റൊരു മാർഗമാണ്. പ്രോഫിറ്റ് ഫ്രം എ പേഴ്സണൽ ബിസിനസ് ഓർ ഫാമിംഗ് ആൾസോ കോൺട്രിബ്യൂട്ട് ടു ഫാമിലീസ് വെൽത്ത്. സ്വന്തം ബിസിനസ്സിൽ നിന്നോ കൃഷിയിൽ നിന്നോ ഉള്ള ലാഭവും കുടുംബത്തിൻ്റെ വരുമാനത്തിന് സഹായിക്കുന്നു. പെൻഷൻ ആൻഡ് ഗവൺമെൻറ് സബ്സിഡീസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു മെനി ഹൗസ് ഹോൾഡേഴ്സ്. പെൻഷനും സർക്കാർ സബ്സിഡികളും പല വീടുകളിലും സാമ്പത്തിക സഹായം നൽകുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലിസ്റ്റ് ദി റീസൺ ഫോർ ദി വേരിയസ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള കാരണങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് റിസോഴ്സസ്. ഭൂമിയുടെയും വിഭവങ്ങളുടെയും അസമമായ വിതരണം. അടുത്തത് ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കില്ല്. വിദ്യാഭ്യാസ അവസരങ്ങളിലും കഴിവുകളിലുമുള്ള വ്യത്യാസം. അടുത്തത് ലാക്ക് ഓഫ് ഈക്വൽ ആക്സസ് ടു ഹൈ പേയിങ് ജോബ്സ്. കൂടിയ ശമ്പളമുള്ള ജോലികൾ ലഭിക്കുന്നതിലെ തുല്യതയില്ലായ്മ. അടുത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് വെൽത്ത് ബൈ എ സ്മോൾ സെക്ഷൻ ഓഫ് പീപ്പിൾ. ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന പാരമ്പര്യ സ്വത്ത്. അടുത്തത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ. തൊഴിലില്ലായ്മയും അർദ്ധ തൊഴിലില്ലായ്മയും. അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ് ലൈക്ക് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ജാതി, ലിംഗവിവേചനം തുടങ്ങിയ സാമൂഹിക ഘടനകൾ. ഇതൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദി വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു പ്ലാനറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം പ്ലാനറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും, നെയിം ഓഫ് ദി പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളവും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മാസ് ഉണ്ട്, മാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ അടുത്ത പ്ലാനറ്റിൻ്റെ നെയിം എഴുതണം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. എന്താണ്? ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് എന്നാണ്. അടുത്തത് യുറാനസ് ഉണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. അടുത്തത് പ്ലാനറ്റിൻ്റെ പേര് നിങ്ങൾ എഴുതണം. ഡിയിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നോൺ ആസ് ദി മോർണിംഗ് സ്റ്റാർ ആൻഡ് ദി ഈവനിങ് സ്റ്റാർ എന്നാണ് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്നിട്ടുള്ള ഗ്രഹത്തിൻ്റെ പേരെന്താണ്? മാസ് എന്നാണ്. മാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ്. മാസിന് എന്താണ് അറിയപ്പെടുന്നത്? നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ് എന്നാണ് മാസിന് അറിയപ്പെടുന്നത്. നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ്. അത് അങ്ങനെ പറഞ്ഞാൽ എന്താ? ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നു. അടുത്തത് സാറ്റേൺ ആണ്. സാറ്റേണിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സാറ്റേൺ ശനിയാണ്. സാറ്റേൺ മാസം എന്ന് പറയുമ്പം ചൊവ്വയാണ്. ഇനി ശനിയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ തന്നിട്ടുണ്ട്.
എന്താണ് തന്നത്? സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റാണ്, രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് സാറ്റേൺ. അടുത്തത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗ്രഹത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്, യുറാനസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദി പ്ലാനറ്റ് ദാറ്റ് അപ്പിയർ ഗ്രീൻ. പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണേത്? യുറാനസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് തന്നത്? വീനസ്, വെള്ളി തന്നിട്ടുണ്ട്. നോൺ ആസ് ദി മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം എന്നും സന്ധ്യാനക്ഷത്രം എന്നും അറിയപ്പെടുന്നു. അതാണ് ഇത് വെള്ളി അല്ലെങ്കിൽ വീനസ് എന്ന് പറയുന്നത്. ഇത് മറന്നു പോവരുത്. ഓക്കെ ആണല്ലോ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ദി സൺ ഈസ് എ സ്റ്റാർ, സൺ ഒരു സ്റ്റാറാണ്. ഓൾ പ്ലാനറ്റ് ഹാവ് സാറ്റലൈറ്റ്സ്, എല്ലാ പ്ലാനറ്റിനും സാറ്റലൈറ്റ്സ് ഉണ്ട്. പ്ലാനറ്റ് ആർ സെൽഫ് ഇല്യൂമിനേറ്റിംഗ്, പ്ലാനറ്റ്സ് സ്വയം അതായത് ചെറിയ തിളക്കം അല്ലെങ്കിൽ കത്തുന്നതാണ്. ആൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, എല്ലാ പ്ലാനറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ദി സൺ ഈസ് എ സ്റ്റാർ, സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയുള്ള ഓപ്ഷൻ ബിയും സിയും ഡിയും ഒക്കെ എന്താണ്? ഇൻകറക്റ്റാണ്. കാരണം എന്താണ്? എല്ലാ പ്ലാനറ്റിനും സാറ്റലൈറ്റ് ഇല്ല. അതിന് എക്സാമ്പിളാണ് മെർക്കുറി, വീനസിന് എന്തില്ല? സാറ്റലൈറ്റ് ഇല്ല. അടുത്തത് പ്ലാനറ്റ് റിഫ്ലക്റ്റ് ലൈറ്റ് റാദർ ദാൻ ബീയിങ് സെൽഫ് ഇല്യൂമിനേറ്റിംഗ്, സ്വയം പ്രകാശിക്കുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീനസ് ആൻഡ് യുറാനസ് റൊട്ടേറ്റ് ഡിഫറൻ്റ്ലി ദാൻ വെസ്റ്റ് ടു ഈസ്റ്റ്, വീനസും യുറാനസും അതായത് എല്ലാ ഗ്രഹങ്ങളും വെസ്റ്റ് ടു ഈസ്റ്റിലേക്കല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. വീനസും യുറാനസും ഡിഫറെൻ്റ് ആയിട്ടാണ്, അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് പറയാം? ഇതിൽ കറക്റ്റായിട്ടുള്ളത് ഏത് ഓപ്ഷനാണ്? എ ഓപ്ഷനാണ്. സൺ ഈസ് എ സ്റ്റാർ എന്നുള്ളത് മാത്രമാണ് കറക്റ്റ് ഓപ്ഷൻ. എ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തതാണ് റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ ഓഫ് ദി എർത്ത്. അപ്പം എർത്തിൻ്റെ റൊട്ടേഷനെയും അതുപോലെ തന്നെ റവല്യൂഷനെയും ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാനാണ് പറയുന്നത്. ക്ലാസിഫൈ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ തന്നത്? ദി എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഇമേജിനറി ആക്സിസ്. അപ്പോൾ എർത്ത് അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഇറ്റ് റിവോൾവ് എറൗണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. അതെന്ത് ചെയ്യുന്നുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് ഒരു ഫിക്സഡ് ഓർബിറ്റിൽ നിന്നിട്ട്. കംപ്ലീറ്റ് വൺ റവല്യൂഷൻ ഇൻ 365/1/4 days. നെക്സ്റ്റ് ഇറ്റ് ടേക്ക് 23 hours 56 minutes and 4 seconds to complete one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും ആവശ്യമാണ്. സീസൺസ് ഒക്കെ സീസണുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ദി സൺ അപ്പിയർ ടു റൈസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദി വെസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിൽ നിന്നും അത് അസ്തമിക്കുന്നത് വെസ്റ്റിൽ നിന്നുമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ റൊട്ടേഷനും അതുപോലെ തന്നെ റിവൊല്യൂഷനും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ഏതൊക്കെയാണ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഈ കോളത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. ദി എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ് എന്നുള്ളത് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ് സീസൺസ് ഒക്കർ, അതായത് പല സീസണുകളില്ലേ, അപ്പോൾ സീസണുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് എന്താണ്? റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ബാക്കി നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ടേക്ക് 23 hours 56 minutes and 4 seconds എന്നുള്ളത് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഭ്രമണം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഇറ്റ് റിവോൾവ്സ് എറൗണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ് എന്നുള്ളത് റവല്യൂഷൻ, അതായത് പരിക്രമണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്
ദി സൺ അപ്പിയേഴ്സ് ടു റൈസ് ഇൻ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ വെസ്റ്റ് എന്നുള്ളത്, അതായത് സൂര്യൻ കിഴക്കുദിക്കാനും പടിഞ്ഞാറ് അസ്തമിക്കാനും കാരണമാകുന്നു എന്നുള്ളത് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? കംപ്ലീറ്റ് 1 റവല്യൂഷൻ ഇൻ 365 ആൻഡ് 1/4 ഡേയ്സ്. ഇത് എന്തുള്ളതാണ്? ഇത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഭ്രമണവുമായിട്ട് ബന്ധപ്പെട്ടതും പരിക്രമണമായിട്ട് ബന്ധപ്പെട്ടത് റൊട്ടേഷനും റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ നമ്മൾ വേർതിരിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എ ചൈൽഡ് ലിവിംഗ് ഇൻ കേരള വാച്ചസ് അറ്റ് നൈറ്റ് ദി ലൈവ് ടെലികാസ്റ്റ് ഓഫ് ദി കോപ്പ അമേരിക്ക മാച്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ന്യൂയോർക്ക്, USA during the day. Which moment of the earth is a reason for this? അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരളത്തിലുള്ള ഒരു കുട്ടി അമേരിക്കയിലെ ന്യൂയോർക്കിൽ പകൽ സമയം നടക്കുന്ന കോപ്പ അമേരിക്ക മത്സരം രാത്രിയിൽ തത്സമയം കാണുന്നു. അപ്പോൾ കേരളത്തിലൊരു കുട്ടി, ആ കുട്ടി അമേരിക്കയിലെ ന്യൂയോർക്കിൽ അവിടെ പകൽ സമയം നടക്കുന്ന കോപ്പ അമേരിക്ക മത്സരം ഇവിടെ ഇരുന്നിട്ട് രാത്രിയിലാണ് തത്സമയം കാണുന്നത്, ലൈവായിട്ട് കാണുകയാണ്. പക്ഷെ ആ കുട്ടി ഇന്ത്യയിൽ എന്താണ് സമയം? രാത്രിയാണ്, അവിടെ നടക്കുന്നത് പകലാണ്. ഭൂമിയുടെ ഏത് ചലനമാണ് ഇതിന് കാരണം? അപ്പോൾ നമ്മളുടെ ഭൂമിയുടെ ഏത് ചലനമാണ് ഈ ഒരു ഇതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. ദ റീസൺ ഫോർ ദീസ് ഈസ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഇതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. As the earth rotates on its axis, only 1/2 of the earth faces the sun at the time, creating day and night. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ ഒരു സമയത്ത് ഭൂമിയുടെ പകുതി ഭാഗം മാത്രമേ സൂര്യന് അഭിമുഖമായി വരുന്നുള്ളൂ. ഇത് പകലും രാത്രിയും ഉണ്ടാക്കുന്നു. സിൻസ് കേരള ആൻഡ് ന്യൂയോർക്ക് ആർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഗ്ലോബ്. അപ്പോൾ നമ്മളുടെ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളയും അതുപോലെ തന്നെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് നൈറ്റ് ഇൻ കേരള വെൻ ഇറ്റ് ഈസ് ഡേ ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ പകൽ സമയമാണെന്നുണ്ടെങ്കിൽ കേരളയിൽ എന്താണ്? രാത്രിയാണ്. ഇനി കേരളത്തിൽ രാത്രിയാണെന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ എന്താണ്? പകലാണ്. അടുത്തത് ആക്ടിവിറ്റി 4. ലോ ഈസ് ദി അക്സെപ്റ്റഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ലേഡ് ഡൗൺ ഫോർ ദി എക്സിസ്റ്റൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനത്തിനുമായി അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കൂട്ടമാണ് നിയമം എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ദി ഡയഗ്രാം റിലേറ്റഡ് ടു ലോ ആണ് അടുത്തത് എ ഓപ്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ അൺറിട്ടൺ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡി. അപ്പം അൺറിട്ടൺ ലോസ് ഉണ്ട്, ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് എന്നാണ് തന്നത്. അപ്പോൾ ഇവിടെ ലോന് 2 ആക്കിയിട്ട് എ ആക്കിയിട്ടും ബി ആക്കിയിട്ടും തിരിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ അൺറിട്ടൺ ലോ ആണെന്നാണ് പറയുന്നത്, ബി എന്ന് പറഞ്ഞാൽ ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് എന്നാണ് പറയുന്നത്. അപ്പം എയും ബിയും എന്താണെന്ന് നമ്മളിവിടെ എഴുതണം. എ എന്താണ്? അൺറിട്ടൺ ലോസിന് നമ്മൾ എന്താണ് പറയുക, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡി ഫോർമുലേറ്റ് ചെയ്ത ലോസിന് എന്താണ് പറയുക എന്നുള്ളത് ഈ ഒരു കോളത്തിൽ എഴുതണം. അതെന്താണെന്ന് നോക്കാം. അൺറിട്ടൺ റൂൾസ് ഉള്ളതാണ്. അൺറിട്ടൺ ലോക്ക് പറയുന്ന പേരാണ് കസ്റ്റമറി ലോ അല്ലെങ്കിൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത്. അത് ആചാരപരമായ നിയമങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ വഴി വന്ന നിയമങ്ങളോ ആണ്. അത് എവിടെയും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അൺറിട്ടൺ റൂൾസ് എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമറി ലോ അല്ലെങ്കിൽ ട്രഡീഷണൽ ലോ എന്നാണ് ഈ ഒരു എ ഓപ്ഷനിൽ എഴുതേണ്ടത്. അത് എങ്ങനത്തെ ലോ ആണ്? അൺറിട്ടൺ റൂൾസ് ആണ് അതിലുണ്ടാവുന്നത്. ഇനി ബിയിലാണെങ്കിൽ എന്താ എഴുതുക? റിട്ടൺ ലോസ് ഓർ സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് എഴുതേണ്ടത്. റിട്ടൺ ലോസ് എന്ന് പറഞ്ഞാൽ ലിഖിത നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്നാണ് മീനിങ്. ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും? അത് റിട്ടൺ ലോസ് ആണ്, അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് റിട്ടൺ സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ റിട്ടൺ ലോസ് എന്നാണ് എഴുതേണ്ടത്. അത് എഴുതപ്പെട്ട ലോസാണ്. അപ്പം ലോസ് ഫോർമുലേറ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡി. അപ്പോൾ ലെജിസ്ലേറ്റീവ് ബോഡി ഫോർമുലേറ്റ് ചെയ്ത ലോ ആണ് ഇത് റിട്ടൺ ലോ. മറ്റത് അൺറിട്ടൺ ലോ എന്ന് പറഞ്ഞാൽ കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ വഴി വരുന്ന ലോ ആണ് അൺറിട്ടൺ ലോ. അൺറിട്ടൺ ലോ എന്ന് പറഞ്ഞാൽ കസ്റ്റമറി അല്ലെങ്കിൽ ട്രഡീഷൻ വഴി വരുന്ന ലോ ആണ് അൺറിട്ടൺ ലോ എന്ന് പറയുന്നത്.
അടുത്തത് റൈറ്റ് എനി 2 റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ദാറ്റ് ചിൽഡ്രൻ മസ്റ്റ് ഫോളോ ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സ്കൂൾ. അപ്പോൾ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് കുട്ടികൾ പാലിക്കേണ്ട 2 റൂൾസോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസോ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് എന്ത് എഴുതാം? മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദി ക്ലാസ് റൂം ആൻഡ് സ്കൂൾ പ്രമൈസസ്. ക്ലാസ് മുറിയിലും സ്കൂൾ പരിസരത്തും അച്ചടക്കം പാലിക്കുക. അടുത്തത് റീച്ച് ദി സ്കൂൾ ഓൺ ടൈം ആൻഡ് അറ്റൻഡ് ക്ലാസ്സസ് റെഗുലർലി. കൃത്യസമയത്ത് സ്കൂളിലെത്തുകയും ക്ലാസ്സുകളിൽ കൃത്യമായി ഹാജരാവുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനാണ് വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചൈൽഡ്സ് റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനാണ് വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ചൈൽഡ്സ് റൈറ്റ്. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ചൈൽഡ് റൈറ്റ്സ് ആക്ട് എ ഓപ്ഷൻ, ട്രാഫിക് ലോസ് സി ഓപ്ഷൻ, ബി ഓപ്ഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഡി ഓപ്ഷൻ വെറ്റ്ലാൻഡ് കോൺവേഴ്സേഷൻ ആക്ട്. അപ്പം ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ചൈൽഡ് റൈറ്റ് ആക്റ്റാണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ഫുഡ് ഈസ് ദി ബേസിക് റൈറ്റ് ഓഫ് എവരി ഹ്യൂമൻ ബീങ്. There are thousands of people in many parts of the world who do not get a single meal to sustain life. ഭക്ഷണം ഓരോ മനുഷ്യൻ്റെയും മൗലികാവകാശമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവൻ നിലനിർത്താൻ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഡേ ഈസ് അടുത്ത ക്വസ്റ്റ്യനാണ് വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഫുഡ് ഡേ. ഏത് ദിവസമാണ് വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അടുത്തത് റൈറ്റ് എ നോട്ട് ഡൗൺ റീസൺ ഫോർ ദി പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. ദാരിദ്ര്യവും അതുപോലെ തന്നെ പട്ടിണിയെയും ബന്ധപ്പെടുത്തിയിട്ട് ഒരു റീസൺ എഴുതാനാണ് പറയുന്നത്. അതായത് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത്. ഇനിക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ലാക്ക് ഓഫ് റിസോഴ്സസ്. സമ്പത്തിൻ്റെ വിതരണത്തിലെ അസമത്വം, തൊഴിലില്ലായ്മ, പ്രകൃതിക്ഷോഭങ്ങൾ, വിഭവങ്ങളുടെ അഭാവം, ഇതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രിപ്പയർ പ്ലക്കാർഡ് ഫോർ ദി റാലി ടു ബി ഓർഗനൈസ്ഡ് ഇൻ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഫുഡ് ഡേ. വേൾഡ് ഫുഡ് ഡേൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്നൊരു റാലി ഉണ്ട്. ആ റാലിയിൽ എഴുതാനുള്ള, ആ റാലിയിൽ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പ്ലക്കാർഡ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് പ്ലക്കാർഡിൽ സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റ് എന്ന് എഴുതാം. അടുത്തത് എന്ത് എഴുതാം? ഫുഡ് ഫോർ ഓൾ, എല്ലാവർക്കും ഭക്ഷണം എന്ന് എഴുതാം. ആദ്യത്തേതിൽ എന്ത് എഴുതാം? സ്റ്റോപ്പ് ഫുഡ് വേസ്റ്റ് എന്ന് എഴുതാം. അടുത്തത് ഫുഡ് ഫോർ ഓൾ എന്ന് എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 6. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് റിവേഴ്സ് ഈസ് കറക്റ്റ്. നദികളെ കുറിച്ചിട്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി റിവേഴ്സ് ഇൻ കേരള ഫ്ലോ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. കേരളത്തിലുള്ള കൂടുതൽ റിവേഴ്സും വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ദി ഹൈലാൻഡ്സ്. ഹൈലാൻഡ്സ് എന്നാണ് കേരളത്തിലുള്ള റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന്. മോസ്റ്റ് ഓഫ് ദി റിവേഴ്സ് ഇൻ കേരള ഫ്ലോ ഇൻ ടു ബേ ഓഫ് ബംഗാൾ. കേരളത്തിലുള്ള കൂടുതൽ നദികളും ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകുന്നത്. റിവേഴ്സ് ഇൻ കേരള ഫ്ലോ അബണ്ടൻ്റ്ലി ത്രൂ ഔട്ട് ദി ഇയർ. കേരളത്തിലെ നദികൾ ആ ഒരു വർഷം മുഴുവൻ നിറഞ്ഞു ഒഴുകും എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റിവേഴ്സ് ഇൻ കേരള ഒറിജിനേറ്റ് ഫ്രം ഹൈലാൻഡ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഗവൺമെൻറ് സ്കീം ടു പ്രൊട്ടക്റ്റ് വാട്ടർ റിസോഴ്സസ് ആൻഡ് എൻഷ്യൂർ ഫ്രഷ് വാട്ടർ സപ്ലൈ ആർ ഗിവൺ ബിലോ. വാട്ടർ റിസോഴ്സസിൻ്റെയും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ കൂടിയിട്ട് ഗവൺമെൻറ് കുറച്ച് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് താഴെ തന്നിട്ടുണ്ട്. അത് സ്യൂട്ടബിളായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പം എ കോളമുണ്ട്, ബി കോളമുണ്ട്.
എയിലുള്ളതാണ് ഇനി ഞാൻ ഒഴുകട്ടെ, അടുത്തതാണ് തെളിനീരൊഴുകും നവകേരളം, അടുത്തതാണ് ജൽ ജീവൻ മിഷൻ. ഇനി ബി കോളത്തിലുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറ് ഹരിത കേരള മിഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റേതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ഞാൻ ഒഴുകട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. തെളിനീരൊഴുകും നവകേരള എന്നുള്ളത് ഏതിൻ്റെതാണ്? ഇത് കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തെളിനീരൊഴുകും നവകേരളം എന്നുള്ളത്. അടുത്തത് ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിന് ഭാഗമായിട്ടുള്ളതാണ്. അടുത്തത് റൈറ്റ് എ മെത്തേഡ് ഓഫ് പ്രിവെൻറ്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്. പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസിൻ്റെ പൊല്യൂഷൻ, അതായത് മലിനീകരണം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താം? അവോയ്ഡ് ഡംപിങ് പ്ലാസ്റ്റിക് ആൻഡ് ഫാക്ടറി വേസ്റ്റ് ടു റിവേഴ്സ്. പ്ലാസ്റ്റിക്കും ഫാക്ടറി അവശിഷ്ടങ്ങളും പുഴകളിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുക. അടുത്തത് ആക്ടിവിറ്റി 7, എ സേഫ് ആൻഡ് സെക്യൂർ ചൈൽഡ്ഹുഡ് ഈസ് ദി റൈറ്റ് ഓഫ് എവരി ചൈൽഡ്. ഒരു സേഫായിട്ടും സെക്യൂർ ആയിട്ടുള്ള കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. ദർ ആർ സെവറൽ ലോസ് ആൻഡ് സിസ്റ്റം ഇൻ പ്ലേസ് ടു പ്രൊട്ടക്റ്റ് ചൈൽഡ് റൈറ്റ്. അപ്പം കുട്ടികളുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ലോസും സിസ്റ്റംസും ഉണ്ട്. ലിസ്റ്റ് ദി മെയിൻ ഐഡിയാസ് നെസസറി ടു പ്രിപ്പയർ എ വെൽ മാഗസിൻ ഇൻ ക്ലാസ് ഓൺ ചൈൽഡ് റൈറ്റ്. അപ്പോൾ ഒരു മാഗസിൻ ഉണ്ടാക്കണം ക്ലാസ്സിൽ. അതിലെ ഐഡിയ എന്താണ്? ചൈൽഡ്, അതായത് കുട്ടികളുടെ അവകാശം എന്നുള്ളതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐഡിയാസ് തരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ ഐഡിയാസ് കൊടുക്കാം? ഏതൊക്കെ കൊടുക്കാം? റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊടുക്കാം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം ലേബർ, ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആരോഗ്യത്തിനും പോഷകാഹാരത്തിനുമുള്ള അവകാശം. റൈറ്റ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം. ഇതൊക്കെ നമുക്ക് റൈറ്റ്സ് ആയിട്ട് കൊടുക്കാം. അടുത്തത് വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ. ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കാണുന്നത് ഏത് ദിവസത്തെയാണ്? നവംബർ 20, നവംബർ 14 ആണോ, ജൂൺ 12 അല്ലെങ്കിൽ സെപ്റ്റംബർ 5? ഇതിൽ ഏത് ഡേ ആണ് ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആയിട്ട് കണക്കാക്കുന്നത്? അപ്പോൾ ആൻസർ ജൂൺ 12 ആണ്. സി ഓപ്ഷനാണ് കറക്റ്റ്. ആൻറ്റി ചൈൽഡ് ലേബർ ഡേ ആയിട്ട് കാണുന്നത് ജൂൺ 12 ആണ്.